പാരൻസ് ഇവിടെ ആയിരിക്കും, കുട്ടികൾ നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് കേസസ് നമുക്ക് നോക്കാം. ഇവിടെ പാനിക് ആവേണ്ട ഒരു സിറ്റുവേഷനും ഇല്ല. നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ള ഒരു കൾച്ചറിൻ്റെ പാർട്ടായിട്ടുള്ള ഡിസ്കഷൻ മാത്രമാണ്. അപ്പോൾ ഒരു നെക്സ്റ്റ് സിനാരിയോ വരുന്നത് പാരൻസ് ഇവിടെ ആയിരിക്കും, കുട്ടികൾ നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് കേസസ് നമുക്ക് നോക്കാം. അപ്പം ഇതിൽ കുട്ടികൾ മാത്രം നാട്ടിലുള്ളതാണെങ്കിൽ അവരുടെ കയ്യിലും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്, ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അവരോട് ഓപ്പണായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഇനി ഫാമിലി എല്ലാവരും ഇവിടെ ഉള്ളതാണെങ്കിലും നാട്ടിൽ നമുക്കുള്ള ഫാമിലീസിൻ്റെ അടുത്ത് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അതുപോലെയുള്ള കാര്യങ്ങൾ അവരോട് കൂടി ഷെയർ ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നാട്ടിൽ നിന്ന് ആർക്കെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ഒന്ന് അന്വേഷിക്കേണ്ട അവസ്ഥയ്ക്ക് അവരുടെ കയ്യിൽ നമ്മൾ ഇൻഫർമേഷനൊന്നും ഇല്ലാതിരിക്കാൻ പാടില്ല. അതിനുവേണ്ടി അതിൻ്റെ ഒരു കോപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ പാനിക് ആവേണ്ട ഒരു കാര്യവുമില്ല. ഇത് നമ്മൾ ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതിൻ്റെ പാർട്ടായിട്ട് മാത്രം ഉള്ള ഒരു അവയർനെസ്സാണ്. ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരാതിരിക്കട്ടെ.